ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ നമ്മൾ മുകളിൽ നിന്നും റെയിൻ വാട്ടർ മഴവെള്ളം താഴേക്ക് ഇറക്കിയതിന് ശേഷം അല്ല പല പല സ്ഥലങ്ങളിലേക്ക്, അതായത് സെൻസൈഡ് അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ഇറക്കിയതിന് ശേഷം അവസാനം നമ്മൾ താഴെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കട്ട വിരിക്കാൻ ഉദ്ദേശിക്കുന്ന നിലയിൽ കട്ട വിരിക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ മാൻഹോൾ സിസ്റ്റം കൊടുത്ത് എങ്ങനെ കളയാമെന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതായത് നമ്മുടെ മുകളിൽ നിന്നും നേരെ ഓരോ സെൻസൈഡ് അതുപോലെ തന്നെ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഷീറ്റ് വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എല്ലാം മൊത്തം ഏരിയകളിൽ നിന്ന് വരുന്ന പല പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യമേ തന്നെ റെയിൻ വാട്ടർ കറക്റ്റായിട്ട് പിടിക്കുക. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഈ സ്ഥലത്ത് വരുന്ന ഈ ഏരിയയിൽ വരുന്ന സെൻസൈഡിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ച് പൈപ്പ് നേരെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് താഴെ കണ്ടോ, ഏറ്റവും ടോപ്പിൽ വരാവുന്ന രീതിയിൽ 4 ഇഞ്ച് പൈപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നേരെ 4 ഇഞ്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ താഴെ നമ്മൾ പ്ലംബിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽക്കൂടെ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. സൈഡിലേക്ക് മാറ്റി പ്ലംബിങ് ലൈനും ചെറുതായിട്ട് മാറ്റിയതിന് ശേഷം ഇതും അതുപോലെ ഒരു മാൻഹോൾ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. മാൻഹോൾ സിസ്റ്റം എന്തായാലും കൊടുക്കണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻ വാട്ടർ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം കാര്യങ്ങൾ വരികയും ചെയ്യും. അതുപോലെ തന്നെ ബ്ലോക്ക് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. ഏറ്റവും മുകളിൽ നിന്നും ഇതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് വരുന്നത്, അതായത് ഈ അപ്പുറത്തെ സെൻസൈഡ് നമ്മൾ ഓൾറെഡി എടുത്തു. അതിനുശേഷം പിന്നീട് വരുന്ന സെൻസൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് 4 ഇഞ്ച് പൈപ്പാണ് എടുത്തിരിക്കുന്നത്. മുകളിൽ നിന്ന് വരുന്ന 2 ഇഞ്ച് 2.5 ഇഞ്ച് എല്ലാം കൂടി കണക്ട് ചെയ്ത് ഈ സെൻസൈഡിൽ വരുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന വെള്ളം കൂടുതലായതുകൊണ്ട് 4 ഇഞ്ച് പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ട് നമ്മൾ മാൻഹോൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തു. അപ്പോൾ 4 ഇഞ്ച് പൈപ്പ് ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 6 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് പൈപ്പ് വന്നതിന് ശേഷം വെള്ളം കൂടുതലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും പോകുന്നതിന് 6 ഇഞ്ച് പൈപ്പ് കൊടുക്കണം. കാരണം 4 ഇഞ്ച് തന്നെ കൊടുക്കരുത്, കാരണം വെള്ളം കൂടുതൽ വരുമ്പോൾ കൂടുതൽ ഉൾക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് 6 ഇഞ്ച് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വേറെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ഫ്രണ്ടിൽ ഏരിയയിൽ നിന്ന് വരുന്ന സിസ്റ്റം ആണെങ്കിലും ഈ സൈഡിൽ നിന്ന് വരുന്ന ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സെൻസൈഡ് വഴി നേരെ അതിലൂടെ പിടിച്ചതിന് ശേഷം നേരെ താഴെ വന്നേക്കുന്നു. താഴെ വന്നിട്ട് നമ്മൾ വീണ്ടും ഒരു മാൻഹോൾ സിസ്റ്റം കൊടുത്തിരിക്കുന്നു. ആ മാൻഹോൾ സിസ്റ്റത്തിലേക്ക് 2.5 ഇഞ്ച് പൈപ്പും 6 ഇഞ്ച് പൈപ്പുമാണ് നമ്മൾ നേരത്തെ മാൻഹോളിൽ നിന്ന് വന്ന 6 ഇഞ്ച് പൈപ്പും കൊടുത്ത് വീണ്ടും ഒരു മാൻഹോൾ കൊടുത്തു. ഈ മാൻഹോൾ നേരെ പോകുന്നത് നേരെ പുറത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ മഴവെള്ള സംഭരണിയുടെ കുഴികളുണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ പുറത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് കൊടുക്കാനുള്ള രീതിയിലാണ് ഈ പൈപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിരിക്കുന്നത്. അപ്പോൾ മാൻഹോൾ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് മാൻഹോൾ കൊടുത്തതിന് ശേഷം ഒരു ഗ്രേറ്റിങ്സ് കാര്യങ്ങൾ മുകളിൽ വെക്കണം, എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കരിയിലും കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മഴവെള്ളം ആയതുകൊണ്ട് ഒരുപാട് വെള്ളം വരികയും ചെയ്യും. അതുപോലെ തന്നെ അഴുക്ക് കൂടുതലായിരിക്കും. ഇലകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന ഫിറ്റിങ്സുകളെല്ലാം തന്നെ പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന ഡോർ ഫിറ്റിങ്സുകളാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.